ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കും എന്ന വിവരം ലഭിക്കുന്നു. നേരത്തെ വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കിയ വിവരങ്ങളൊക്കെ നമ്മൾ നൽകിയിരുന്നു. നമ്മൾ ഈ പോലീസ് വാഹനം ബസ് കഴിഞ്ഞ ദിവസം മുതൽ കാണുന്നതാണ്. രാഹുലിനെയും കൊണ്ട് കോടതിയിലേക്കും ജയിലിലേക്കും ഒക്കെ ഇങ്ങനെ പോകുന്ന ആ ഒരു ബസ്സാണ്. കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് കൊണ്ടുപോയിരുന്നു തിരുവല്ലയിൽ. അതിൻ്റെ വിവരങ്ങളാണ്. സനോജ് ലൈനിലുണ്ട് എന്ന് വിചാരിക്കുന്നു. സനോജ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന പ്രതിയുമായി ഈ ബസ് ഇപ്പോൾ കോടതിയിലേക്ക് പോവുകയാണോ പോലീസ് ബന്ദോബസ്തിൽ? തീർച്ചയായിട്ടും ശരത്ത്, രാഹുൽ മാങ്കൂട്ടത്തിന് അല്പം മുമ്പാണ്, ഏകദേശം ഒരു 1:29 ആയപ്പോഴാണ് AR ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കോടതിയിലേക്ക്, അതായത് മജിസ്ട്രേറ്റിൻ്റെ ബസ്തിയിലേക്കാണ്, വെട്ടിപ്പുറത്താണ് മജിസ്ട്രേറ്റിൻ്റെ ബസ്തി, അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം അവിടെ എത്തും. അവിടെ എത്തി കഴിഞ്ഞ ശേഷം നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അവസാനിക്കും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പരിഗണിക്കപ്പെടേണ്ടത് തിരുവല്ല മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലായിരുന്നു. ഇന്ന് അവധിയായതിനാൽ തിരുവല്ല മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നില്ല. അതിനാലാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റിന് ചുമതല നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട മജിസ്ട്രേറ്റിൻ്റെ വെട്ടിപ്പുറത്തെ വസതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് വാഹനവ്യൂഹം മുന്നോട്ട് പോയിട്ടുള്ളത്. ഏകദേശം AR ക്യാമ്പിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ചുറ്റളവിലാണ് ഈ പത്തനംതിട്ട മജിസ്ട്രേറ്റിൻ്റെ വസതി ഉള്ളത്. അവിടെ ഹാജരാക്കിയതിനു ശേഷം ഇന്ന് 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിയുകയാണ്. പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സന്നാഹമുണ്ട്. സനോജ് പറഞ്ഞതുപോലെ ഇപ്പോൾ ജയിലിൽ നിന്ന് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിച്ചിരിക്കുന്നു. വസതിക്കുള്ളിലേക്ക് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനായി പോലീസ് കൊണ്ടുപോവുകയാണ്. വലിയ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ആണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്.